അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും ഹൃദയം നിറഞ്ഞ റമളാൻ ആശംസകൾ. അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന ഈ പുണ്യമാസത്തിലെ 7-ാം ദിനത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകതകളും നാം ചൊല്ലേണ്ട പ്രധാന പ്രാർത്ഥനകളും ദുആ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. 2. റമളാൻ 7-ന്റെ പ്രാധാന്യം. റമളാനിലെ ആദ്യ 10 ദിവസങ്ങൾ കാരുണ്യത്തിന്റെ റഹ്മത്ത് ദിനങ്ങളാണ്. റമളാൻ 7-ാം ദിനം ഈ കാരുണ്യത്തിന്റെ 10-ന്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തുന്ന സമയമാണ്. അതുകൊണ്ടുതന്നെ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തിനായി നാം ഈ ദിവസം ഏറെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയിൽ നമ്മുടെ ഇബാദത്തുകൾ കൂടുതൽ സജീവമാക്കാം. 3. റമളാൻ 7-ലെ പ്രത്യേക പ്രാർത്ഥന. ഈ ദിവസം പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന പ്രാർത്ഥന അല്ലാഹുമ്മ അഇന്നി ഫീഹി അലാ സിയാമിഹി വഖിയാമിഹി വജന്നിബ്നി ഫീഹി മിൻ ഹഫവാതിഹി വആസാമിഹി വർസുഖ്നി ഫീഹി ദിക്റക ബിദവാമിഹി ബിതൗഫീഖിക യാ ഹാദിയൽ മുളില്ലീൻ. മലയാളം അർത്ഥം: അല്ലാഹുവേ, ഈ ദിവസത്തെ നോമ്പനുഷ്ഠിക്കാനും രാത്രിയിലെ നമസ്കാരങ്ങൾ നിർവഹിക്കാനും എന്നെ നീ സഹായിക്കണമേ. ഈ ദിവസത്തെ വീഴ്ചകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എന്നെ നീ അകറ്റി നിർത്തേണമേ. നിന്റെ തൗഫീക്ക് കൊണ്ട് നിന്നെ എപ്പോഴും സ്മരിക്കാൻ ദിക്ർ എനിക്ക് നീ ഭാഗ്യം നൽകണമേ. വഴിപിഴച്ചവരെ സന്മാർഗത്തിലാക്കുന്നവനെ. മറ്റു പ്രധാന പ്രാർത്ഥനകൾ റമളാനിൽ ഉടനീളം ചൊല്ലാവുന്നത്: പാപമോചനത്തിനുള്ള പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമു വനതൂബു ഇലൈഹി. അർത്ഥം: എന്നെന്നും ജീവിക്കുന്നവനും സർവ്വലോക പരിപാലകനുമായ അല്ലാഹുവോട് ഞാൻ പാപമോചനം തേടുന്നു, അവങ്കലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. 2. സ്വർഗം ചോദിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ നേടാനും. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാരി. മലയാളം അർത്ഥം: അല്ലാഹുവല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാഹുവോട് ഞാൻ പാപമോചനം തേടുന്നു. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യുന്നു. ദുനിയാവിലും പരലോകത്തും നന്മ ലഭിക്കാൻ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാരി. അർത്ഥം: ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തത്വഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. മലയാളം അർത്ഥം: അല്ലാഹുവേ, നീ എന്റെ രക്ഷിതാവാണ്, നീയല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. നീ എന്നെ പടച്ചു, ഞാൻ നിന്റെ അടിമയാണ്. എന്റെ കഴിവിനനുസരിച്ച് നിന്നോടുള്ള കരാറിലും വാഗ്ദാനത്തിലും ഞാൻ ഉറച്ചുനിൽക്കുന്നു. ഞാൻ ചെയ്തുപോയ തിന്മകളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ സമ്മതിക്കുന്നു, എന്റെ പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. അതിനാൽ നീ എനിക്ക് പുറത്തു തരേണമേ, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ മറ്റാരുമില്ല. 4. നരകമോചനത്തിനായുള്ള പ്രാർത്ഥന. ലളിതമായ രൂപം: അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. മലയാളം അർത്ഥം: അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. 5. ലോകനന്മയ്ക്കുള്ള പ്രാർത്ഥന. മലയാളം ഉച്ചാരണം: റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മലയാളം അർത്ഥം: ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ.